ഇന്ന് ഞാനൊരു ഗേൾ എംബ്രോയിഡറി ഡിസൈനാണ് ചെയ്തെടുക്കുന്നത്. ഇത് നമുക്ക് ഹൂപ്പ് എംബ്രോയിഡറിയിലൊക്കെ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഡിസൈനാണ്. അപ്പോൾ നമുക്കിതെങ്ങനെ ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. ഏകദേശം ഇതുപോലത്തെ ഒരു പാറ്റേൺ ആണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാൻ ഇതുപോലെ ഒന്ന് പേപ്പറിൽ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മെറ്റീരിയൽ ഒന്ന് ട്രേസ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഔട്ട്ലൈൻ ചെയ്തെടുക്കാം. ഔട്ട്ലൈൻ ചെയ്തെടുക്കാനായിട്ട് ഞാനിവിടെ 2 സ്റ്റാൻസിലാണ് ത്രെഡ് എടുത്തിട്ടുള്ളത്. ബ്ലാക്ക് കളറിലുള്ള ത്രെഡാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ബാക്ക് സ്റ്റിച്ച് യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു ഔട്ട്ലൈൻ കംപ്ലീറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. കുറച്ച് തിക്കായിട്ടുള്ള സ്റ്റിച്ചാണ് വേണ്ടതെങ്കിൽ നമുക്ക് 4 സ്റ്റാൻസിലും ത്രെഡ് എടുക്കാം. അപ്പോൾ ഇതുപോലെ ബാക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തുകൊണ്ട് നമുക്ക് എല്ലാ ഔട്ട്ലൈനും കംപ്ലീറ്റ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മൾ ഔട്ട്ലൈൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഹെയർ ആണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനുള്ളത്. ഹെയർ സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് ഞാനിവിടെ 12 സ്റ്റാൻസിലാണ് ത്രെഡ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എത്ര ലെങ്ത്തിലാണോ ഹെയർ വേണ്ടത് ആ ഒരു മെഷർമെൻറ്റ് ഇതുപോലെ ഒന്ന് നോക്കിയതിന് ശേഷം നമുക്ക് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഹെയർ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മളിത് സ്റ്റിച്ച് ചെയ്ത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ എൻഡ് പോർഷൻ ഇതുപോലെ ഒരു കത്രിക യൂസ് ചെയ്തിട്ട് നമുക്കൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് കോംബ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ ഹെയർ ഒന്ന് ടൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കിതുപോലെ ജസ്റ്റ് ഒന്ന് പഫ് ചെയ്തിരിക്കുന്ന രീതിയിൽ നമുക്കിതുപോലെ ഒന്ന് അറേഞ്ച് ചെയ്തതിന് ശേഷം നമുക്കിതുപോലെ ഒരു ത്രെഡ് യൂസ് ചെയ്തിട്ട് നമുക്കിതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം.
ഇനി നമുക്ക് ഈ ഹെയർ ഇവിടെ നന്നായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ എൻഡ് പോർഷൻ നമുക്ക് പുറത്തോട്ട് കാണാത്ത രീതിയിൽ ഇതുപോലെ ഉള്ളിലോട്ട് നീക്കി വെച്ചതിന് ശേഷം നമുക്ക് ഇതുപോലെ ത്രെഡ് യൂസ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അഴിഞ്ഞു പോകാത്ത രീതിയിൽ കുറച്ച് ടൈറ്റായിട്ട് തന്നെ വേണം ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ഇതുപോലെ ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഡോളിൻ്റെ ഡ്രസ്സാണ് ചെയ്തെടുക്കാനുള്ളത്. അപ്പോൾ ഡ്രസ്സ് ചെയ്തെടുക്കാനായിട്ട് ഞാൻ ഇതുപോലെ റൗണ്ടുകൾ വരച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു റൗണ്ടുകളിൽ കുറച്ച് ഫ്ലവേഴ്സാണ് ചെയ്ത് കൊടുക്കുന്നത്. ഫ്ലവർ ചെയ്തെടുക്കാനായിട്ട് ഞാനിവിടെ വുവൺ വീൽ സ്റ്റിച്ചാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ചെറിയ റിബൺ യൂസ് ചെയ്തിട്ടുള്ള ഫ്ലവേഴ്സാണ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആ ഒരു സെയിം കളറിൽ തന്നെയുള്ള ത്രെഡ് യൂസ് ചെയ്തിട്ട് ആദ്യം ഇതുപോലെ നമുക്ക് 5 സ്റ്റിച്ചുകൾ ചെയ്ത് കൊടുക്കാം. ഇനി ഇതുപോലെ ഒരു 4 ഇഞ്ച് വിഡ്ത്തിലുള്ള ചെറിയ റിബണാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു റിബൺ യൂസ് ചെയ്തിട്ടാണ് നമ്മളിനി ഫ്ലവർ കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പം നമ്മളൊരു ഫ്ലവർ കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെയാണ് ബാക്കി എല്ലാ ഫ്ലവേഴ്സും ചെയ്തെടുക്കാനുള്ളത്. അപ്പോൾ ഈ ഒരു മെത്തേഡിൽ തന്നെ നമുക്ക് ബാക്കി എല്ലാ ഫ്ലവേഴ്സും ചെയ്തെടുക്കാം. അപ്പോൾ ഫ്ലവേഴ്സ് ചെയ്തെടുക്കേണ്ട പോയിന്റുകളെല്ലാം മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു മെത്തേഡിൽ തന്നെ എല്ലാ ഫ്ലവേഴ്സും കംപ്ലീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ എല്ലാ ഫ്ലവേഴ്സും കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ടോപ്പ് പോർഷനാണ് കംപ്ലീറ്റ് ചെയ്തെടുക്കാനുള്ളത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഫ്രഞ്ച് നോട്ട് സ്റ്റിച്ചാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പിങ്ക് ഷെയ്ഡിലുള്ള ത്രെഡ് 6 സ്റ്റാൻസിലാണ് എടുത്തിട്ടുള്ളത്. ഫില്ലിംഗ് ആയിട്ടാണ് ചെയ്തെടുക്കാനുള്ളത്. അപ്പോൾ നമുക്കിവിടെ ഫില്ലിംഗ് ആയിട്ട് തന്നെ ഇതുപോലെ ഫ്രഞ്ച് നോട്ട് ചെയ്തെടുക്കാം. ഇപ്പം നമ്മൾ ടോപ്പ് പോർഷൻ കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു സെയിം ത്രെഡ് യൂസ് ചെയ്തിട്ട് തന്നെ സ്കേർട്ട് പോർഷനിൽ നമുക്ക് ഇതുപോലെ കുറച്ച് നോട്ടുകൾ ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ ഇതുപോലെ സ്കാറ്റേർഡ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് കുറച്ച് നോട്ടുകളൂടെ ഈ ഒരു ത്രെഡ് യൂസ് ചെയ്ത് ചെയ്തെടുക്കാം. നമുക്ക് ഈ ഒരു സ്കേർട്ട് പോർഷൻ ഫില്ല് ചെയ്തെടുക്കേണ്ടത് ഫ്ലവർ ചെയ്ത് കൊടുത്തിട്ടുള്ള സെയിം കളറിലുള്ള ത്രെഡ് യൂസ് ചെയ്തിട്ട് തന്നെയാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ത്രെഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് ബാക്കി നോട്ടുകളോടെ ചെയ്ത് ഇവിടെ ഒന്ന് ഫില്ല് ചെയ്തെടുക്കാം. ഇപ്പം നമ്മളെല്ലാ നോട്ടുകളും കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഹെയർ ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കണം.
അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു പിങ്ക് കളറിലുള്ള ത്രെഡ് യൂസ് ചെയ്തിട്ട് ഇതുപോലെ ജസ്റ്റ് കുറച്ച് നോട്ടുകൾ മാത്രമായിട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ഈ ഒരു ഡിസൈൻ ഒന്ന് കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സജഷൻസ് കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. ഇതുപോലുള്ള വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക്